അവര് ചിലപ്പോ സ്വന്തം ഭാര്യ വെക്കും, സ്വന്തം സെൽഫ് റെസ്പെക്ട് കച്ചവടം ചെയ്യും. എന്ത് ചെയ്യുന്ന ഒരു വലിയ ടീം ഇതിന്റെ പിന്നിലുണ്ട്. സഫ ഇപ്പോഴും ലല്ലുവിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ലല്ലുവിന്റെ കൂടെയാണ് താമസിക്കുന്നു എന്നുള്ളത് സഫ സമ്മതിച്ചിട്ടില്ല. സഫ സമ്മതിക്കാത്തടത്തോളം കാലം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായി അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഈ മാനാസ് എന്തിനാണ് ഈ പറഞ്ഞ സഫയെ വീണ്ടും ജീവിതത്തിലേക്ക് വിളിക്കുന്നത്? മറ്റൊരാളുടെ കൂടെ പോയി എന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ റൂമിനകത്ത് ചില കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അത്രയും ബ്രൂട്ടലി ഇവളെ അറ്റാക്ക് ചെയ്യാൻ ഇട്ടുകൊടുത്തതിന് ശേഷവും ഇയാൾ സഫക്ക് കെഞ്ചിയിട്ട് മെസ്സേജ് അയക്കാം, നീ ഒന്ന് വരുമോ, എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. ഈ പറയുന്ന മാനാസ് ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അയാൾ നല്ലതായിരിക്കുമ്പോൾ നല്ലൊരാളും, മോശമായി നിൽക്കുമ്പോൾ അതിക്രൂരനും പൈശാചിക സ്വഭാവമുള്ള ഒരാളുമായി മാറുന്നു. സഫയും മെഹനാസും ഒളിച്ചോടിയതാണ് ആക്ച്വലി. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അവർ ഒളിച്ചോടി പോയതിനു ശേഷം ഈ സഫയുടെ വാപ്പ പിന്നീട് അവരെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവരിത് മറച്ചു വെച്ചതായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഇതൊക്കെ അറിയാം. അവൻ അനുകൂലിച്ച് അവനാണ് ശരിയെന്ന് വിചാരിച്ചു പോയതാ. അവൻ ശരിയല്ല എന്നുള്ളത് ജീവിതത്തിൽ അവള് കണ്ടപ്പോൾ അവള് ലല്ലുവിന്റെ കൂടെ പോയതാണോ മറ്റേതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതായത് എന്താ സഫ പറയുന്നത്? ആണുങ്ങളെ പോലെ തല്ലുന്നു എന്നാ പറയുന്നത്. എന്താണ് നമ്മൾ അവസാനമായിട്ട് റിഫൈഡ് ഒരു ശബ്ദ സന്ദേശം പുറത്തു വിട്ടിട്ടുള്ളത്? നിങ്ങൾക്ക് ഞാനത് തരാം, എൻ്റെ ഒറിജിനൽ ക്ലിപ്പ് തരാം. ആണുങ്ങളെ പോലെ എന്നെ തല്ലുന്നു എന്നാ പറയുന്നത്. ഇത് കർമ്മയല്ലാന്ന് എന്താ പറയാ? ഈ സഫ എന്താ എന്നെ ചെയ്തെന്നാണ് നിങ്ങൾക്ക്? സഫ കേരളത്തിൽ അറിയപ്പെടുന്ന 6 റേപ്പ് കേസില്, അതായത് ഞാൻ ബാക്ക് ചെയ്തിട്ട് 6 മാസം ഞാൻ തന്നെ ഇടപെട്ടിട്ട് അകത്തിട്ടൊരു ബോൺ ക്രിമിനൽ ഉണ്ട്, നിഷാൽ അഹമ്മദ് എന്നയാളുടെ പേര്. അയാളെ അടക്കം എന്നെ വേട്ടയാടാൻ വേണ്ടിയിട്ട് കൂട്ടുപിടിച്ച ആളാണ് ഈ സഫ. ഇത് കർമ്മ എന്നല്ലാതെ എന്താ പറയണ്ടേ? എന്നിട്ട് ഇപ്പൊ ഈ സഫക്കെതിരായി പറയുന്ന നിഷാലൊക്കെ, അന്ന് ഇവള് കൂട്ടുപിടിച്ചവരൊക്കെ ഇന്ന് ഇവൾക്കെതിരാണ്. കാരണം ഇതൊക്കെ ഒരു മാനാസ് ടീമാണ്. ഈ മാനാസിന്റെ സപ്പോർട്ട് ചെയ്യുന്ന ആളാരാ? നിഷാൽ അഹമ്മദ് ആരാണ്? ഒരു പോക്സോ കേസ് എടുക്കാം, 6 പീഡന കേസിലെ പ്രതിയാണ്. സോ അങ്ങനെ ഒരാൾ യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അങ്ങനെ ഒരാൾ യൂട്യൂബിൽ ഇരുന്ന് വീഡിയോ ചെയ്യാം, എനിക്കെതിരെ എൻ്റെ കുടുംബത്തിനെതിരെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പൊ അയാളെ ഇൻസ്റ്റാഗ്രാം ഈ അടുത്താണ് പോലീസ് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയ്തത്. ഈ അടുത്ത് അതും ഞങ്ങളൊക്കെ ഇടപെടാൻ ഞാൻ വളരെ മോശമായി സംസാരിക്കേണ്ടി വന്നു വേറൊരു ദിവസം. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ വേറെ പണിയെടുത്ത് പോകുന്ന വരെ പറയേണ്ട ഒരു അവസ്ഥ. കാരണം ഇങ്ങനൊരു അവസ്ഥ, വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് യൂട്യൂബ് ഉള്ളത്, അല്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളത്. ഞാൻ ഇന്നലെ ഒരു ഓൺലൈൻ മീഡിയാസിനോട് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞത്, നിങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ പഠിക്കണം, അവർക്കുള്ള കേസുകൾ. ഇപ്പൊ എനിക്ക് കുറെ കേസുകളുണ്ട്, ഞാൻ ഒരുപാട് കേസുകളിലെ പ്രതിയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. എന്താ എനിക്കെതിരെയുള്ള കേസ്? എനിക്കെതിരെയുള്ള കേസ് എന്ന് പറയുന്നത് പൗരത്വ പ്രക്ഷോഭം നടത്തി എന്നുള്ള കേസ്, അതുപോലെ തന്നെ വാർത്തകൾ നൽകിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ. ഇതൊക്കെയാണ് എനിക്കെതിരെയുള്ള കേസുകൾ. ആ കേസല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇതുപോലെയുള്ള പീഡന കേസുകളിലുള്ള പ്രതികൾ ഒരു കേസാണ് നമുക്ക് പറയാം, ചിലപ്പോൾ എന്തെങ്കിലും നടന്നിട്ട്. 2 ആണെങ്കിലും പിന്നെങ്കിലും പറയാം. 3, 4, 5, 6 പീഡന കേസുകളിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന, അവരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഓൺലൈൻ സിസ്റ്റം, അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതും പറ്റുവാണെങ്കിൽ നിയമപരമായിട്ട് പോകേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് എന്റെ കഥ. സഫ പോയ സമയത്ത് സഫയുമായി ബന്ധപ്പെട്ട മാനാസിട്ട് ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ടാണ്. അതിന് നേരെ പുറകെയാണ് ഈ സഫ പോയി എന്ന് അവകാശപ്പെടുന്ന ലല്ലു എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫ്. അവര് ഫേമസ് ആണ്, ഫസ്റ്റ് മെൻ അവാർഡ്. അവര് പിന്നെ വന്ന് ഒരു വീഡിയോ ഇടുകയാണ്, അത് ശരിയായിരിക്കും, ഇങ്ങനെ പോയിട്ട് കാണും എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇപ്പോൾ മേനാസിന് സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ വരികയാണ്. എന്നെ മേനാസ് വിളിച്ച് കരഞ്ഞു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവർ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് വരിക, മേനാസ് പറഞ്ഞതിൽ എന്തോ ഒരു സത്യമുണ്ട് എന്ന് പറഞ്ഞ് വരികയാണ്. അവിടെ സഫ പറയുന്നതിലും അപ്പോൾ ഒരു പോയിന്റ് ഇല്ലാതായി പോവുകയല്ലേ ചെയ്യുക. ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, എനിക്ക് മഞ്ഞക്കഥയിലേക്ക് താല്പര്യമില്ല എന്നുള്ളതാണ്. ഈ ഒളിച്ചോട്ട മഞ്ഞക്കഥയിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു വേറൊരു ലോകത്ത്, വേറൊരു പാരലൽ വേൾഡിൽ നടക്കുന്ന സംഭവമായിട്ടാണ് തോന്നുന്നത്. ഞാൻ ഈ കേസിൽ ഇപ്പോൾ ഇടപെടാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഈ ഒരു ക്രൈമായിരുന്നു, റിഫയുമായി ബന്ധപ്പെട്ട ഒരു ക്രൈം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി അല്ല. എനിക്ക് എൻ്റെ കരിയറിൽ എനിക്ക് ഭയങ്കരമായി പറയണമെന്ന് തോന്നിയിട്ടുള്ളൂ, ഇതൊരു എല്ലാവർക്കും കോണ്ടന്റ് ആണ്. അവർ ചിലപ്പോൾ സ്വന്തം ഭാര്യ വെക്കും, സ്വന്തം സെൽഫ് റെസ്പെക്ട് കച്ചവടം ചെയ്യും.
എന്ത് ചെയ്യുന്ന ഒരു വലിയ ടീം ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ഞാൻ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഈ പറയുന്ന ടീമിനൊന്നും പറഞ്ഞല്ല. ഇപ്പോൾ ഫസ്മിനെ പറഞ്ഞൊരു കാര്യം, മാനാസിനെ കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യം, എനിക്ക് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത് മെഹനാസ് ആരാണെന്ന് ചിലപ്പോൾ ഈ ഫസ്മിനൊക്കെ അറിയണമെന്നില്ല. പക്ഷെ ഫസ്മിനെ റിലേറ്റ് ചെയ്യുന്ന എന്താണ്, ഫസ്മിനയുടെ ഒരു എക്സ്, അയാൾ മറ്റൊരാളോട് ലിങ്ക് ചെയ്യപ്പെടുമ്പോഴുണ്ടാകുന്ന അവളുടെ ഒരു മാനസികാവസ്ഥ. സ്വാഭാവികമായിട്ടും സഫ ഇവരുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഫസ്മീനൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, എന്ത് ഇത് എനിക്ക് തന്നൊരു പണിയാണോ എന്ന് ഫസ്മീനൊക്കെ ചിന്തിക്കാം. പക്ഷെ സഫക്ക് സഫയുടേതായിട്ടുള്ള ഭാഗം അതിലുണ്ടാകാം. സഫ ഇപ്പോഴും ലല്ലുവിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ ലല്ലുവിന്റെ കൂടെയാണ് താമസിക്കുന്നു എന്നുള്ളത് സഫ സമ്മതിച്ചിട്ടില്ല. സഫ സമ്മതിക്കാത്തടത്തോളം കാലം നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശാസ്ത്രീയമായി അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല, ആരോപണങ്ങളിൽ നിൽക്കും. പക്ഷെ ഫസ്മിന പറയുന്നത് ഫസ്മിനയുടെ ഒരു വികാരമാണ്, അത് നമ്മൾ മാനിക്കാതിരിക്കാനും പറ്റില്ല. ഞാനൊരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യട്ടെ. എനിക്ക് ഈ പറയുന്ന ഒളിച്ചോട്ട കഥ എല്ലായിരുന്നു എൻ്റെ ഈ പാറ്റേൺ. സഫ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന പാറ്റേൺ, കൈ കടിക്കുക, ആ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു കൈ കടിച്ചിട്ടുള്ള. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ തരാം. കൈ കടിക്കുന്ന ഒരു ഫോട്ടോ, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയുള്ള കൈ സഫയുടെ കടിച്ചിരിക്കുക. അപ്പൊ ഇങ്ങനെ കൈ കടിക്കുന്ന ഒരാൾ, അയാളൊരു ബ്രൂട്ടൽ മൈൻഡുള്ള ഒരാളാണ് എന്ന് വിചാരിച്ച് ഭാര്യമാരായിട്ട് വഴക്കിടാത്ത ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുമായിട്ട് വഴക്കിടും, ചിലപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു അടിപിടിയൊക്കെ നടക്കാത്ത ഇതൊന്നുമില്ല. ഈ പറയുന്ന പോലെ നമ്മൾ ഫെമിനിസ്റ്റ് ചിന്താഗതിയോ അല്ലെങ്കിൽ പുരുഷവാദമോ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ സംഭവിക്കൽ തന്നെയാണ്. ഇമ്പവും പിണക്കവും ഇണക്കവും ഒക്കെ ചേർന്നതാണ് കുടുംബം. അവിടെ എല്ലാം ഉണ്ടാവും, പക്ഷെ അവിടെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ഇത് കുടുംബത്തിന്റെ പരിധിയിൽ പെടുത്താൻ പറ്റിയ കാര്യമല്ല. ഇങ്ങനെ തല്ലുന്നത്, ഇങ്ങനെ ആക്രമിക്കുന്നതൊന്നും മനുഷ്യന്മാർ ചെയ്യൂല. പക്ഷെ പറഞ്ഞൊരു കാര്യത്തില് മേനാസ് എന്റെ കൂടെ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് ചില ചാറ്റൊക്കെ പുറത്തോട്ടൊരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ അതെല്ലാ സ്ത്രീകളോടും കാണിക്കുന്നുണ്ടെന്നാണോ മേനാസ്? അല്ല, ഇതില് സഫ എവിടെയാണെന്നറിയോ? സഫ ഒരു സേഫ് ആകുന്നത് എവിടെയാണെന്നറിയോ നമുക്ക്? ഇങ്ങനെ ഒരു ആരോപണം നിൽക്കുമ്പോഴും സഫക്ക് ഒരു സേഫ് ആകാൻ പറ്റുന്ന കാര്യം, ഈ മാനാസ് എന്തിനാണ് ഈ പറയുന്ന സഫയെ വീണ്ടും ജീവിതത്തിലേക്ക് വിളിക്കുന്നത്? മറ്റൊരാളുടെ കൂടെ പോയി എന്ന് പറയുന്നു, അതോടൊപ്പം തന്നെ റൂമിനകത്ത് ചില കാര്യങ്ങൾ കണ്ടു എന്ന് പറയുന്നു. അത്രയും ബ്രൂട്ടലി ഇവളെ അറ്റാക്ക് ചെയ്യാൻ ഇട്ട് കൊടുത്തതിന് ശേഷവും ഇയാൾ സഫക്ക് കെഞ്ചിയിട്ട് മെസ്സേജ് അയക്കാം, നീ ഒന്ന് വരുമോ, എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ഈ മാനാസ് എന്തിനാ പറയുന്നത്? ഒരാളുടെ കൂടെ ഒളിച്ചോടി പോയി എന്ന് സ്വയം പോസ്റ്റ് ഇടുന്ന ഒരാൾ എങ്ങനെയാ പറയുന്നത്? ഇതേ കാര്യം റിഫയുടെ മരണത്തിലേക്ക് ലിങ്ക് ചെയ്ത് റിഫയുടെ ബോഡി കൊണ്ടുപോകുന്ന സമയത്ത് ലൈവ് ഇട്ട മാനാസ്. ഇത് ഞാൻ അങ്ങനെയാ കണക്ട് ചെയ്ത് ഈ സംഭവത്തിനെ ഞാൻ ഒരു ഇരുന്നൊന്ന് കണക്ട് ചെയ്ത് എനിക്ക് എന്തൊക്കെയോ സംതിങ്. അതായത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന മാനാസ് ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അയാൾ നല്ലതായിരിക്കുമ്പോൾ നല്ലൊരാളും മോശമായി നിൽക്കുമ്പോൾ അതിക്രൂരനും പൈശാചിക സ്വഭാവമുള്ള ഒരാളുമായി മാറുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഔട്ട്. ഞാൻ ഈ കേസിൽ പോയിന്റിലേക്ക് എത്തിയൊരു സംഭവമാണ്. സഫ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് മെഹനാസിൻ്റെതായി താങ്കളെ ഞെട്ടിച്ച ഒരു സ്വഭാവ വൈകൃതം ഏതായിരിക്കും? സഫയുടെ ശരീരഭാഗം കടിച്ചതാണ് അയാൾ. അപ്പൊ ഇങ്ങനെ ഒരാൾ കടിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ നല്ലൊരു ക്രൂവാലിറ്റി ഉള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കടിക്കാൻ പറ്റില്ല. ഈ ചെറിയ ചെറിയ വഴക്കൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ്. കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഇണക്കവും പിണക്കമുള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ അവിടെ ഉണ്ടാവും, പക്ഷെ ഇതുപോലെ ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആക്രമണങ്ങൾ പറയുന്നുണ്ട് സഫ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, കുഞ്ഞു കയ്യിൽ നിൽക്കവേ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ കുത്തി 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 പെരുക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. കയ്യിലുള്ളത് കുഞ്ഞാണ്, വേദന വന്നു കഴിഞ്ഞാൽ ആ കയ്യിൽ നിന്ന് കുഞ്ഞ് താഴേക്ക് വീഴും. ഇതൊന്നും ഒരാൾക്ക് ആ സമയങ്ങളിൽ ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെയാണ്, അയാൾ ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ ചില സമയങ്ങളിൽ നല്ല മനുഷ്യനും മറ്റൊരു സമയങ്ങളിൽ വളരെ ബ്രൂട്ടൽ ചിന്താഗതിയുള്ള ഒരാളുമായിരിക്കും. അയാളുടെ അടുത്ത് ആരായാലും അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അയാൾ ചെയ്യേണ്ടത് ചികിത്സിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ കുഞ്ഞിനോട് എങ്ങനെയായിരുന്നു, റിഫയുടെ കുഞ്ഞിനോട് എങ്ങനെയായിരുന്നു മേനാസ്? അതായത് ഇതിന് റിഫയുടെ കുഞ്ഞ് അസാനുവിനെ ഇവന് ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ട് അതിലിടുന്നതാണ്. ചിലപ്പോൾ കളിപ്പിക്കാൻ എടുത്തതായിരിക്കും, എന്തോ ആയിരിക്കാം. പക്ഷെ പിന്നീട് അങ്ങനെ ബക്കറ്റിൽ കുഞ്ഞിനെ ഇട്ട കാര്യമൊന്നും ഈ പറയുന്ന മാനാസിന് ഓർമ്മയിൽ ഉണ്ടാവാറില്ല എന്നാണ് വാപ്പി ഇന്നലത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. അതായത് കുഞ്ഞിനെ ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെക്കും, കളിപ്പിക്കാനായിരിക്കും, പക്ഷെ പിന്നീട് അതൊന്നും ഇവന് ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഈ കാര്യം വാപ്പി ഇവനോട് പറഞ്ഞപ്പോൾ ഇവൻ വാപ്പിനോട് അടുക്കം ദേഷ്യപ്പെട്ടു എന്നാണ് വാപ്പി പറയുന്നത്. എന്റെ കാര്യത്തിലാണ് ഇവിടെ
അങ്ങനെയാണ് എൻ്റെ ഒരു കാര്യം. ഈ പുതിയ വിവാഹം കഴിക്കുന്ന സമയത്ത്, സഫയെ വിവാഹം കഴിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും മേനാസ് ഈ കുടുംബത്തെ അറിയിക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, അതിനൊരു സാധ്യതയില്ല. കാരണം സഫയെ കല്യാണം കഴിച്ചതല്ല ആക്ച്വലി. സഫയുടെ കല്യാണം അല്ല. കല്യാണം എന്ന് പറയുന്നത് എന്താണ്, ലീഗലി രജിസ്റ്റർ ചെയ്ത് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ രണ്ടുപേരും പോയി ചെയ്യുന്നത്. ഇത് അങ്ങനെ അല്ലായിരുന്നു. ഇവർ ഒളിച്ചോടിയതാണ്. സഫയും മെഹനാസും ഒളിച്ചോടിയതാണ് ആക്ച്വലി. അതാണ് എൻ്റെ ഒരു യാഥാർത്ഥ്യം. അവർ ഒളിച്ചോടി പോയതിനു ശേഷം ഈ സഫയുടെ വാപ്പ പിന്നീട് അവരെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അവരിത് മറച്ചു വെച്ചതായിരുന്നു. പക്ഷെ എനിക്ക് അന്ന് ഇതൊക്കെ അറിയാം. പക്ഷെ നമ്മൾ അന്നൊന്നും ഇത് പറയാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത്. പക്ഷെ ഇപ്പൊ നിലവിൽ ഇത് പറയുന്നത് ഇതൊരു ക്രൈമായി വരികയാണ്. അപ്പൊ നമ്മളത് പോയിന്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ അവരുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ എന്തിനാ കയറുന്നതെന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടായത്. അയാൾ ഒരു കുറ്റവാളി എന്നുള്ള നിലക്ക് അയാൾ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ലല്ലോ. അയാൾക്ക് കല്യാണം കഴിക്കാം. പക്ഷെ ഇങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിക്കണോ വേണ്ടിയോ എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധ്യം ആയിരിക്കും ഉണ്ടാവണോ? സഫക്ക് ഉണ്ടാവണം. സഫ അനുഭവിച്ചു. അപ്പോഴും ചിന്തിച്ച് നോക്കിയിട്ടില്ലേ താങ്കളാണെങ്കിലും? സഫ ഈ വാർത്തകളൊന്നും കണ്ടില്ലായിരുന്നു. ഇപ്പൊ റിഫയുടെ മരണസമയത്ത് തന്നെ മെഹനാസുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പോലും താങ്കളൊരു ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാൾ കൂടിയല്ലേ. അത് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സഫ ഈ വാർത്തയൊന്നും കണ്ടിട്ടില്ലേ എന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ചോദിച്ചിട്ടുണ്ടോ സഫയോട്? അല്ല, അത് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞത്. ഞാൻ ഈ കാര്യം സഫയോട് എൻ്റെ ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. സഫയോട് ചോദിക്കുന്നത്, അല്ല സഫ, നീ മെഹനാസുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ വിഡ്ഢികളല്ലല്ലോ. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഒരാളാണല്ലോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു വിഷയമാണല്ലോ. അപ്പൊ ഇവള് അതിന് മറുപടി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പിന്നെ ഞാൻ ന്യൂസ് ചാനലുകളിൽ കണ്ടിരുന്നു, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കണ്ടില്ല എന്നുള്ളതാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ല. കണ്ടിട്ടുണ്ടാവാം, ഇവളെല്ലാം കണ്ടിട്ട് ഇവൾക്ക് ചിലപ്പോ മെഹനാസ് ആണെന്ന് ശരിയെന്ന് തോന്നിയേക്കാം. നമ്മളെ കമന്റ് ബോക്സിൽ മെഹനാസിന് അനുകൂലിക്കില്ലേ? അങ്ങനെ അനുകൂലിക്കുന്നതിൽ ഒരാളായിരിക്കാം ഇവള്. മെഹനാസ് പറഞ്ഞ എല്ലാ പോയിന്റിലും വിശ്വസിച്ച ഒരാളായിരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. അതേപോലെ ഞാൻ പറയുന്നത് സഫ വിശ്വസിക്കണമെന്നില്ല. പക്ഷെ അത് അവൾക്ക് ഇപ്പൊ പറയാൻ മടിയാണ്. അവൻ അനുകൂലിച്ച് അവനാണ് ശരിയെന്ന് വിചാരിച്ചു പോയതാ. അവൻ ശരിയല്ല എന്നുള്ളത് ജീവിതത്തിൽ അവള് കണ്ടപ്പോൾ അവള് ലല്ലുവിന്റെ കൂടെ പോയതാണോ മറ്റേതാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടുന്ന് രക്ഷപ്പെട്ടതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. റിഫയുടെ കേസിൽ തന്നെ മെഹനാസ് പലരെയും റൂമിലേക്ക് കൊണ്ടുവരാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ തർക്കം ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റിഫയെ മറ്റേതെങ്കിലും തരത്തിൽ മെഹനാസ് നിർബന്ധിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെ നമുക്കൊരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ജംഷാദ് തോണ്ടുന്നു എന്ന് പറഞ്ഞിട്ടും ജംഷാദിനെ എന്തിനും ആ റൂമിൻ്റെ അകത്ത് നിർത്തി. പിന്നീട് ജംഷാദ് തോണ്ടുന്നു എന്നുള്ള വോയിസ് ഞാൻ പുറത്ത് വിട്ടപ്പോഴും ജംഷാദ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ മെഹനാസ് ആയിരുന്നു. ഇല്ല, ഒരിക്കലും ജംഷാദ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു ഭാര്യ പറഞ്ഞിട്ടും. അതേസമയത്ത് സഫയുടെ കാര്യത്തിലാണെങ്കിൽ സഫക്ക് ഒരുത്തം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ടോക്സിക് ആകുന്ന മെഹനാസ് ഭയങ്കര കൺഫ്യൂസ് ഉള്ള ഒരു സാധനമാണ്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇത് എന്തപ്പോ ഇങ്ങനെ സംഭവിക്കുന്നത്? പക്ഷെ അതേ ജംഷാദാണ് മെഹനാസിനെതിരെ പോലീസിൽ മൊഴി കൊടുത്തിട്ടുള്ളത്. ഞാൻ എന്താ എവിടെ എത്തിപ്പെടേണ്ട? ഇതിന് ഉത്തരം കണ്ടെത്തേണ്ട ആൾ പോലീസാണ്. ഇപ്പൊ റിഫയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ മെഹനാസ് അടക്കമുള്ള ആളുകൾ പറയുന്നത്, ആദ്യം മുതൽ റിഫയുടെ ആത്മഹത്യ മുതൽ തന്നെ റിഫയെ വിറ്റ് കാശാക്കുന്ന ആളാണ് അയാളുടെ വാക്കുകളെ നിങ്ങൾ എന്തിനു വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ വരുത്തി തീർക്കുന്ന ഒരു കാര്യം. ഇത് എന്തെങ്കിലും തരത്തിൽ വിഷമിപ്പിക്കുന്നുണ്ടോ? ഇത്രയും പുറകെ ഇത് കേസിനെ പുറകെ നടക്കുമ്പോഴും? ഇല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, നിന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിന്നെ ഇങ്ങനെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ, നിന്റെ പേഴ്സണൽ ഡാറ്റാസ് ഒക്കെ പുറത്തു വിടുന്നുണ്ടല്ലോ എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് വിട്ടോട്ടെ, ചെയ്തോട്ടെ. അവർക്കും കൂടിയുള്ളതാണല്ലോ സോഷ്യൽ മീഡിയ. ഈ ഞാൻ പറയുന്ന മാത്രം, എനിക്ക് മാത്രം മറ്റൊരാളെ പറയാൻ അർഹതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല. എന്നെ കുറിച്ച് അവർക്ക് പറയാം. തെറ്റായ കാര്യങ്ങളാണെങ്കിൽ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ സ്വീകരിക്കാം. പിന്നെ മനുഷ്യനാണല്ലോ പിള്ളേ എന്ന് പറയുന്ന പോലെയാണ്. മനുഷ്യന്മാർക്ക് വേദനയും മനുഷ്യന്മാർക്ക് എല്ലാം ഉണ്ടാവില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വേദനയാകുന്നത് നിരപരാധികളായിട്ടുള്ള എൻ്റെ ഭാര്യ, എൻ്റെ കുഞ്ഞ്, അവരുടെ ഫാമിലി, അവരൊക്കെ ആക്രമിക്കുമ്പോഴാണ്. എനിക്കിതൊക്കെ എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് ഉണ്ടായ ടൈം എന്ന് പറയുന്നത് 2019, 2020 കാലഘട്ടങ്ങളിലാണ്. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ റിഫ കേസിനെ കുറിച്ച് ചെയ്യുന്ന ഒരാളും അന്ന് പ്ലാറ്റ്ഫോമിൽ ഇല്ലാത്ത ആൾക്കാരാണ്. അവർക്ക് ഈ സംഭവം എന്താണെന്ന് പോലും അറിയില്ല.
റിഫ കേസ് എന്താണെന്നോ അതിൽ നമ്മളെടുത്ത എഫേർട്ട് എന്താണെന്നോ എപ്പോഴാണ് ഈ സോഷ്യൽ മീഡിയ കത്തിയത്? സംഭവം കൊറോണ ടൈമിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പുതിയ തരത്തിലുള്ള ആൾക്കാരൊക്കെ വന്ന് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അവരൊക്കെ വന്നത് 2023, 24 ആ ടൈമിലാണ്. പക്ഷേ കേരളത്തിലാണ് ചർച്ച ചെയ്യപ്പെടുന്ന എൻ്റെ കസറ്റ് എന്ന് പറയുന്ന ഹക്കീം എപ്പോഴാണ് വന്നത്? ഹക്കീമിൻ്റെ അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളാണ്. ഹക്കീം എപ്പോഴാണ് വന്നത്? ഹക്കീം ഈ അടുത്താ വന്നേ. മനസ്സിലായോ? അപ്പം പലർക്കും അങ്ങോട്ടുള്ള പല കാര്യങ്ങൾ അറിഞ്ഞോളണമെന്നില്ല. അപ്പം എനിക്കെതിരെ ഞാനൊരു ഹണി ട്രാപ്പിൽ ഞാൻ പെട്ട ഒരാളായിരുന്നു 2020. ഹണി ട്രാപ്പ് എങ്ങനെ അതിനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരു പെൺകുട്ടി നമ്മളോടൊരു അടുപ്പം കാണിക്കുകയും ആ പെൺകുട്ടി നമ്മളോട് അറ്റാച്ച് കാണിക്കുകയും അങ്ങനെ കുറേ കാലം നമ്മൾ പല രീതിയിലുള്ള ഒരു സ്വകാര്യ ചാറ്റ്. ഇന്ന് ഞാൻ മാരീഡ് അല്ല. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അതൊരു ട്രാപ്പാണ്. അത് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുന്ന സമയത്ത് ഞാൻ കൈകാര്യം ചെയ്ത ഒരു പ്രമാദമായിട്ടുള്ള ഒരു പീഡന കേസിലെ ടീം അടങ്ങുന്ന ഒരു സംഘം എൻ്റെ അടുത്ത് അയച്ച ഒരു പെൺകുട്ടിയാണെന്നും ആ പെൺകുട്ടി സത്യത്തിൽ എന്നെ പ്രണയിക്കുകയല്ലായിരുന്നുവെന്നും എന്നെ ട്രാപ്പ് ചെയ്യായിരുന്നുവെന്നും എനിക്കന്ന് മനസ്സിലായതാണ്. അത് വെൽ പ്ലാൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഒരു സംഭവമായിരുന്നു. ഞാനതിൽ പോയി വീണു എന്നുള്ളതാണ്. മാസങ്ങളെടുത്തു ഞാൻ വീഴാൻ, പക്ഷെ ഞാൻ വീണു. അപ്പോൾ ഞാൻ വീണപ്പോൾ അവരത് യൂട്ടിലൈസ് ചെയ്തു. പക്ഷെ ഞാൻ പരാതി കൊടുത്തു. എൻ്റെ പരാതി പോലീസ് കേസെടുത്തു, പ്രതികളെ അറസ്റ്റ് ചെയ്തു. അപ്പം ഈ ഒരു കാര്യത്തെ വേറൊരു രീതിയിലേക്ക് ടോൺ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ സ്വാഭാവികമാണ്, അത് വരും, അത് ഫേസ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വേറൊരു വീഡിയോ കണ്ടിരുന്നു. അത് ചില യൂട്യൂബേഴ്സ് വീഡിയോ ആക്കുകയും ചെയ്യുന്നുണ്ട്. താങ്കൾ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം, താങ്കൾക്കെതിരെ വലിയൊരു ഭീഷണി വരുന്നുണ്ട്, അത് ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് താങ്കൾ പുറത്തുവിട്ട ചില രേഖകളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്നുള്ളത്. എന്തായിരുന്നു അതിൽ ശരിക്കും ഒരു വാസ്തവം എന്താണ് അതിൽ? ഞാൻ മാംഗ്ലൂരിൽ ഒരു പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് പോയി. ഒരു പ്രോഗ്രാം ഗസ്റ്റാണെന്ന് വെച്ചാൽ ഒരു ചീഫ് ഗസ്റ്റായിട്ട് പോയി മാംഗ്ലൂരിലൊരു പ്രോഗ്രാം. അപ്പം ഞാൻ ആ പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് പോയിട്ട് നല്ല പരിപാടിയാണ്, നല്ല ആളുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ അവിടെ സംസാരിച്ചു. ഞാൻ അവിടെ ഒരു ടീം ബിൽഡിങ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കർണാടക കേന്ദ്രീകരിച്ചു. അങ്ങനെ ഞാൻ ആ പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോൾ ആ പരിപാടി സംഘടിപ്പിച്ചൊരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ പേര് പറയുന്നത്. ആ പയ്യൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഖദർഭായ് ഭയങ്കര പ്രശ്നമാണ് ഖദർഭായ്, നിങ്ങളിവിടെ കൊണ്ടുവന്നതിൽ കുറച്ച് ടീം പ്രശ്നമാക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആരാന്ന് ചോദിച്ചു. പറഞ്ഞു നിങ്ങൾ വീഡിയോയിലൂടെ പറയുന്ന ആ ടീം തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ 100% നിങ്ങളൊന്ന് ആലോചിക്കുക. അതായത് കാസർഗോഡ് മെഡിക്കൽ കോളേജ് വന്നു കഴിഞ്ഞാൽ ആരെയാണ് ബാധിക്കുക? ഒറ്റ ഉത്തരം, മാംഗ്ലൂർ ലോബിയാണ്. കാസർഗോഡ് ഒരു ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ കൊണ്ടുപോയിരുന്നത് മാംഗ്ലൂരിലേക്കാണ്. കാഞ്ഞങ്ങാടുള്ളൊരു ഇപ്പൊ ഈ അടുത്ത് ഞാൻ ചെയ്ത എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ട്. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ഇവിടെ ആസ്റ്റർ അടങ്ങുന്ന വിൻടച്ച് അടങ്ങുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡിൽ ഇപ്പൊ അടുത്ത് വന്നിട്ടും ആ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ വിടാതെ അവർ വിട്ടത് ഏകദേശം 60-70 കിലോമീറ്റർ ദൂരെയുള്ള മംഗലാപുരത്തേക്കാണ്. ഇവൻ ഉപ്പറെത്തുമ്പോൾ മരിച്ചു. കാസർഗോഡ് ഏതെങ്കിലും സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അവൻ എത്തിയിരുന്നുവെങ്കിൽ അവൻ ജീവിക്കുമായിരുന്നു. അപ്പൊ അവിടെ ഞാൻ അതിനെതിരെ വീഡിയോ ചെയ്തു. എന്നെ കാഞ്ഞങ്ങാട് പോലീസുകാർ വിളിച്ചു. എന്നോട് നിങ്ങളൊന്നെങ്കിലും വീഡിയോ ചെയ്യുക. ഞാൻ വീഡിയോ റിമൂവ് ചെയ്യാനുള്ള റൈറ്റ്സ് ഒന്നും നിങ്ങൾക്ക് അത് പറയാൻ പോലും അധികാരമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കോടതി പോവാം, എന്നിട്ട് കോടതി നിന്ന് നോട്ടീസ് ഇതാ, അതുവരെ അവിടെ കിടക്കട്ടെ വീഡിയോ, എന്നിട്ട് ഞാൻ റിമൂവ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു ടീമുണ്ട്. ആർക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജ് പറയുന്നത്? ഞാൻ അടങ്ങുന്ന, നിങ്ങൾ അടങ്ങുന്ന എല്ലാവർക്കുമാണ് മെഡിക്കൽ കോളേജ്. ഇപ്പൊ ഖാദറിന് ഇപ്പൊ ഒരു സാമ്പത്തിക നില ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഖാദർ ചിലപ്പോ ഇപ്പൊ എനിക്ക് എൻ്റെ ഒരു സാമ്പത്തിക നിലയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയെന്നൊക്കെ വന്നേക്കാം. പക്ഷെ അതുപോലെ അല്ല ബാക്കിയുള്ള ആൾക്കാരുടെ അവസ്ഥ. ഞാൻ ഏറ്റവും ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാനിത് നേരിട്ട് കാണുകയാണ്. ഒരുപാട് മനുഷ്യർ, നിങ്ങൾ എൻഡോസൾഫാൻ രോഗികളെ കണ്ടിട്ടുണ്ടോ? എന്താണ് അവർക്ക് വേണ്ടത്? അവർക്ക് ന്യൂറോവുമായി ബന്ധപ്പെട്ട ഏറ്റവും നല്ല ഡോക്ടേഴ്സ് അവർക്ക് ആവശ്യമാണ്. എവിടെയാണ് എൻഡോസൾഫാന് വേണ്ടി ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ജില്ലയിലുള്ളത്? അവരെ കാണിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം എവിടെയാണുള്ളത്? അവർ ഏറ്റവും കൂടുതലുള്ള പുത്തിക, എൻമകജെ പഞ്ചായത്ത് പോലെയുള്ള ഒരിടത്താണ് ഈ മെഡിക്കൽ കോളേജ് വരുന്നുള്ളത്. സോ ആ മെഡിക്കൽ കോളേജ് 13 വർഷമായിട്ടും പെൻഡിങ്ങിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ കോട്ട് ചെയ്തിട്ട് ആരോഗ്യമന്ത്രി പറഞ്ഞു അതൊരു ബ്ലോക്കാണ് അവർ കാണിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന് മറുപടി കൊടുത്തിട്ടുണ്ട് ആരോഗ്യമന്ത്രിക്ക്. അതൊരു ബ്ലോക്ക് അല്ല, അതാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി. അത് നിങ്ങൾ നിസ്സാരവൽക്കരിക്കരുത്. കാസർഗോഡുകാരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ പരാജയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രസ് ക്ലബിൽ പോയിട്ട് പ്രസ് മീറ്റ് വിളിച്ച എന്നെ ചോദ്യം ചെയ്യാം പത്രപ്രവർത്തകർ.
എന്നോട് പറയാ നിങ്ങൾ എങ്ങനെയെല്ലാം പറയാ കാഞ്ഞങ്ങാട് കാത്ത് ലാബിൽ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ കാത്ത് ലാബ് വന്നിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവിടെ ഒരു സീനിയർ ജേർണലിസ്റ്റിനോട് ചോദിച്ചു, ഈ കാത്ത് ലാബിൽ എത്ര കേസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അതില് ഞാൻ ആൻജിയോഗ്രാം ചെയ്യാനല്ല, അതിന് മാത്രമല്ല കാത്ത് ലാബ്. കാത്ത് ലാബ് എന്ന് പറയുന്നത് ഒരുപാട് സർജറി ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. അവിടെ എത്ര കേസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയാം നിങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അങ്ങനെ ഭയങ്കര ഇഷ്യൂ ഉണ്ടായിരുന്നു. മെഡിക്കൽ കോളേജ് സമരത്തിന് 50 പേരുണ്ടാവില്ല എന്നാണ് ഇവിടുത്തെ പല പ്രമുഖരും പറഞ്ഞത്. പക്ഷെ മെഡിക്കൽ കോളേജ് സമരത്തിന് വന്നത് 2000-ൽ കൂടുതൽ ആളുകളാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ അത് എപ്പോഴാണ് വന്നത്? പൊരിവെയിലത്ത് രാവിലെ 9-10 മണിക്ക് ഒരു പാർട്ടിയുടെയും ബാനർ ഇല്ലാതെ ജനം വന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് ജനത്തിനറിയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ ലിങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, കാസർഗോഡ് എപ്പോഴാണെന്ന് അറിയോ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചത്? കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോ അതിർത്തി മണ്ണിട്ട് മൂടി. കാസർഗോട്ടുകാർക്ക് ഹോസ്പിറ്റലില്ല. നമുക്കൊരു പ്രശ്നം വന്നപ്പോ മണ്ണിട്ട് മൂടി നമ്മളെ തടഞ്ഞ ഒരു ടീമാണ് അവിടെയുള്ള ടീം. അപ്പൊ അവരെ വിശ്വസിച്ച് എങ്ങനെ നമ്മളെ ആശുപത്രി മേഖലകൾ നമ്മൾ പ്രവർത്തിപ്പിക്കും, നമ്മൾ എങ്ങനെ നമ്മുടെ ആരോഗ്യരംഗം സംരക്ഷിക്കും? അതിനൊരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വേണ്ടേ? അതിനെന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഞാൻ മെഡിക്കൽ കോളേജ് സമരം ചെയ്യാൻ വേണ്ടി പൈസ, ഞാൻ മെഡിക്കൽ കോളേജ് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് വിറ്റ് പൈസയാക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഒരു വീഡിയോ യൂട്യൂബിൽ ഇടാത്തത്. മെഡിക്കൽ കോളേജിന്റെ ഒറ്റ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. നിങ്ങൾ നോക്കിക്കോ, ഞാൻ എൻ്റെ ഇൻസ്റ്റയും ഫേസ്ബുക്കിലും മെഡിക്കൽ കോളേജ് വീഡിയോ ഇട്ടിട്ടുള്ളൂ. വളരെ അപൂർവം ചില വീഡിയോകൾ 3 മിനിറ്റിന് താഴെയാക്കി അപ്ലോഡ് ചെയ്തു. നീ പൈസ ഉണ്ടാക്കി എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊന്നും നിങ്ങൾ ഈ നമ്മൾ ഇവർ പറയുന്ന പോലെയൊന്നും അല്ല. പൈസ ഉണ്ടാക്കുന്നുണ്ട്, യൂട്യൂബിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതല്ലാതെയും പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് എന്താ ഈ പൈസ മാത്രമാണോ ഒരു മനുഷ്യന് ജീവിതം? നമുക്ക് ഒരു പൊതുസമൂഹത്തിൽ നടക്കുന്ന ഒരു വിഷയം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ഉള്ളിൽ നിന്നൊരു ഔട്ട്പുട്ട് വരുന്ന ഒരാളാണ്. ഞാൻ പുറത്തു മുമ്പ് ഒരു സംഘർഷം നടന്നു കഴിഞ്ഞാൽ വണ്ടി നിർത്തി ആ സംഘർഷത്തിൽ ഇടപെട്ടത് പരിഹരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഒരു അപകടം നടന്നു കഴിഞ്ഞാൽ ആ അപകടത്തിൽപ്പെട്ട ആളെ എന്റെ വണ്ടിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇത് പൈസക്കല്ല, ഇത് നമ്മുടെ ഉള്ളിലുള്ള ഒരു സാധനമാണ്. ഇത് ഓട്ടോമാറ്റിക് പുറത്തേക്ക് വരുന്നതാണ്. ഇത് തടയാൻ പറ്റില്ല. ഞാൻ വളരെ ഓപ്പണായി ജീവിക്കുന്ന ഒരാളാണ്, ഞാൻ വളരെ ഓപ്പണായി സംസാരിക്കുന്ന ഒരാളാണ്, എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. ഞാൻ ഇങ്ങനെയാണ്. ചിലപ്പോൾ ചില ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം, അത് അവരുടെ താല്പര്യം. മെഡിക്കൽ കോളേജ് വിഷയത്തിൽ കൃത്യമായ ഒരു പ്രൊപ്പഗണ്ടയുണ്ട്. എന്നെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, എന്നെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ചെറുതൊന്നും പറയാം. ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ബാംഗ്ലൂരിലെ ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. ഇപ്പൊ ഇൻഫ്ലുവൻസറായി. ഞാൻ മാധ്യമപ്രവർത്തകനായിരുന്നു, സ്റ്റിൽ ഞാൻ ഇൻഫ്ലുവൻസറായി. എനിക്ക് നല്ലത് ഇൻഫ്ലുവൻസർ ആവാനാണ്. മാധ്യമ പ്രവർത്തകൻ എന്നറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു ഇൻഫ്ലുവൻസർ എന്നറിയപ്പെടുന്നതിനാണ് എന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട്. സോ എനിക്ക് അത് മതി. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഒരു അജണ്ടയുടെ ഭാഗമായിരുന്നു. അത് 13 വർഷം കാസർഗോഡ് ജില്ലയിലെ എല്ലാ രോഗികളും പോകുന്നത് മംഗലാപുരത്തെ എല്ലാ നല്ല ഹോസ്പിറ്റലില്ല എന്നല്ല, ഒരുപാട് നല്ല ഡോക്ടേഴ്സ് നല്ല ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്. പക്ഷെ കൊള്ള നടത്തുന്നുണ്ട്. ഒരു ആംബുലൻസ് ഡ്രൈവറിന് 10,000 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു രോഗി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ അവന്റെ പേരിൽ ബില്ല് റെഡിയായി വെക്കുക, അവന്റെ അക്കൗണ്ട് ഓപ്പണായി. അത് എത്തിച്ച മാനേജർ, അത് കൈകാര്യം ചെയ്താൽ ഇവരുടെയൊക്കെ പൈസ കൂട്ടിയിട്ട് അവന്റെ ബില്ലിടുന്നത്. ഇത് തടയണ്ടേ? ഇത് തടയുമ്പോൾ എന്തിനാ നിങ്ങൾ എന്നെ എതിർക്കുന്നത്? ഞാൻ എന്താ ചെയ്യണം? തടയാതെ നോക്കി നിൽക്കണോ? എന്നെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും കിട്ടൂല. ഇപ്പൊ ഇങ്ങനെ സമരം നടത്തുമ്പോൾ എനിക്കറിയാം എല്ലാ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെ പിണക്കിയിട്ടാണ് നമ്മളിങ്ങനെ സമരം നടത്തുന്നത്. എന്നിട്ട് നമുക്കിവിടെ 2,500 ആൾക്കാരെ കൂട്ടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഇതിൽ കൂടുതൽ ആളുകളെ കൂട്ടാൻ പറ്റും. മെഡിക്കൽ കോളേജ് വരുത്തിക്കും. വരില്ല, ഞങ്ങൾ വരുത്തിക്കും. ഞാൻ 100% പറയാം. നിങ്ങൾ കാണാം, കേരളം കണ്ട ഏറ്റവും മികച്ച സമരങ്ങളിലായിരിക്കും. ഞങ്ങൾ ഇവിടുത്തെ എല്ലാ റോഡും ബ്ലോക്ക് ചെയ്യും. ഒരു ഗതാഗത സംവിധാനം ഞങ്ങൾ സമ്മതിക്കില്ല. വെറുതെ ഒന്ന് പറയുന്നതല്ല, ഞങ്ങൾ ചെയ്യുന്നതേ ചെയ്യും. ഞങ്ങൾ 5 ദിവസത്തിന് മുമ്പാണ് പറഞ്ഞത് മെഡിക്കൽ കോളേജ് സമരം ചെയ്യും. കലാപാഹ്വാനം എന്നൊക്കെ പറഞ്ഞോട്ടെ. ജില്ലയിലെ ആരോഗ്യ സംവിധാനങ്ങളെ തകർത്ത് കോർപ്പറേറ്റിന് വേണ്ടി അടിമ കച്ചവടം ചെയ്യുന്ന ആൾക്കാർ കലാഭവനത്തിന്റെ പേരിൽ കേസെടുത്തോട്ടെ എന്ന്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങള് മെഡിക്കൽ കോളേജ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതിൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ വിടൂല. നടപടി എടുത്തോട്ടെ, വേണമെന്നുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ, ജയിലിലിട്ടോട്ടെ. ഇതൊന്നും കുഴപ്പമില്ല. ഇതൊക്കെ കുഴപ്പമുള്ള ആൾക്കാർക്കല്ലേ പ്രശ്നമുള്ളൂ. ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ല. ഞാൻ ജയിലിൽ കിടന്ന ആളാണ്, സമരം ചെയ്ത് ജയിലിൽ കിടന്നിട്ടുള്ള ആൾക്കാർ. ജയിൽ എന്നൊക്കെ പറയുന്നത് പ്രതികൾക്കും കുറ്റവാളികൾക്കും മാത്രം ഉള്ളതല്ല. ഞാൻ എൻ്റെ ഭാര്യയോടും എൻ്റെ കുടുംബത്തോടൊക്കെ ഞാൻ പറയാറുണ്ട്, എപ്പോഴും പുറത്തുണ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോൾ അകത്തൊക്കെ പോവും.
ഈ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ത്യാഗം ചെയ്യാതൊന്നും ഇവിടെ ഇതൊന്നും നടക്കില്ല. മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ട് ഞങ്ങൾ രംഗത്തിറങ്ങിയത് കൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടു. ആരോഗ്യമന്ത്രി അതിൽ വിശദീകരണമായിട്ട് വന്നു. സമരം ചെയ്തില്ലെങ്കിൽ ആരെങ്കിലും വരും? സമരം തെരുവിൽ ഇറങ്ങിയിട്ട് മുദ്രാവാക്യം വിളിക്കാത്തിടത്തോളം ത്യാഗം ചെയ്യാതൊന്നും ഇവിടെ ഒരു മാറ്റവും ഒരു വിപ്ലവം ഉണ്ടാകാൻ പോകുന്നില്ല. ആരെങ്കിലൊക്കെ ത്യാഗം ചെയ്യണം. അങ്ങനെ ത്യാഗം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. അതെന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടുണ്ടെന്നല്ല. കേരളത്തിൽ ഇപ്പോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് എന്നെ ക്ഷണിക്കാറുണ്ട്. ഞാൻ എവിടെയും പോയിട്ടില്ല. നാളുകളിൽ പോവില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇന്ന് പോയിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയുടെ ബാനറിൽ നിന്ന് സമരം നടത്തിക്കൂടെ? ആൾക്കാർ വരും. ജില്ലയിലെ ലീഡിങ് പൊളിറ്റിക് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞാൽ നല്ല ആളെ കൂട്ടാം, നമുക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും, തെറിവിളിയും പരിപാടിയൊക്കെ ഒഴിവാക്കാം. പക്ഷെ അങ്ങനെയല്ല നമ്മൾ പറയും. നമുക്ക് എല്ലാവരെയും പറയേണ്ടി വരും. എൻഡോസൾഫാൻ രോഗിയും അമ്മയും ആത്മഹത്യ ചെയ്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലാക്കുന്നത് നീതി നിഷേധത്തിന്റെ കൃത്യമായിട്ടുള്ള 2010 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ റിപ്പോർട്ട്, പ്രഭാകർ കമ്മീഷൻ റിപ്പോർട്ട്, എവിടെയാണ് ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? എവിടെ ഇതൊക്കെ നടപ്പിലാക്കിയിട്ടുള്ളത്? അപ്പൊ ഈ എൻഡോസൾഫാൻ രോഗികൾ നിങ്ങൾ എന്താ മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവർക്ക് ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി സംവിധാനം ഉള്ളത്. അവർക്ക് വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നും ചെയ്യാത്ത? അവരുടെ അളവ് കുറവായതുകൊണ്ടാണോ? 6000 രോഗികളുണ്ട് 2010 റിപ്പോർട്ട്. ഞാൻ പറഞ്ഞ 9000-ൽ കൂടുതൽ രോഗികളുണ്ട് എൻഡോസൾഫാൻ വിക്ടിംസ് ഇവിടെ ഉണ്ട്. കൂടുതലേ ഉള്ളൂ. അവർക്കൊരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വേണ്ടേ? നിങ്ങൾക്ക് തോന്നില്ല വേണ്ടേ? അത് തരേണ്ടേ? അത് തരാത്തപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? സമരം അല്ലാതെ വേറെ എന്താ ചെയ്യേണ്ടത്? സമരം എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല രീതിയിലുള്ള സമരം ചെയ്യാൻ പറ്റും. സമരം എന്നൊക്കെ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിങ്കൂടി കാണിക്കേണ്ടി വരും, തടയേണ്ടി വരും, റോഡ് ബ്ലോക്ക് ചെയ്യപ്പെടേണ്ടി വരും. ഇതൊക്കെ സമരത്തിന്റെ ഭാഗമാണ്. ആരെങ്കിലും ഒക്കെ ത്യാഗം ചെയ്യാതെ ഇവിടെ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ ചേഞ്ച് എന്നൊക്കെ പറയുന്നത് അതൊരു ഓട്ടോമാറ്റിക് മൂഡല്ല, ഇറ്റ്സ് എ മാനുവൽ മൂഡാണ്. മാറ്റം എന്നൊക്കെ പറയുന്നത് ഉണ്ടാവുന്ന ഒരു പ്രോസസ് അല്ല, ഉണ്ടാക്കേണ്ട ഒരു പ്രോസസ്സാണ്. അത് ഉണ്ടാക്കണം. അത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞ് ആശ്വാസമായിട്ട് കടന്നുറങ്ങാലോ.